അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ ചരിത്രമാണ് ഈ ചാനലിലൂടെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8ാം ഭാഗമാണ് ഈ വീഡിയോ. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായതും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതും തുടർന്ന് അദ്ദേഹത്തെ കുടുക്കാൻ അന്നത്തെ വഹാബികൾ ഗൂഢ നീക്കങ്ങൾ നടത്തി പരാജയപ്പെട്ടതൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഭാഗം നോക്കാം. ചരിത്രപ്രസിദ്ധമായ 6ാം സമ്മേളനവും ആ സമ്മേളനത്തിനെതിരെ അന്നത്തെ വഹാബികൾ കേസ് കൊടുത്തതും അതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ മുഴുവൻ നിങ്ങളെല്ലാവരും കാണണമെന്ന് അറിയിക്കുന്നു. മലബാറിൽ വെല്ലൂർ ബാക്കിയാത്ത് പോലെ ഒരു സ്ഥാപനം വേണമെന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് വെല്ലൂരിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ ആഗ്രഹിക്കുകയും പലരോടും പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ താനൂരിൽ ദർസ് ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം ആ താനൂർ പ്രദേശത്ത് അത്തരത്തിലുള്ളൊരു സ്ഥാപനം നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അസാസുൽ ഇസ്ലാം എന്ന ഒരു സംഘം തന്നെ അതിനുവേണ്ടി രൂപീകരിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്തും പുറത്തും അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പ്രഭാഷണം നടത്തി പിരിവെടുത്തുകൊണ്ട് താനൂരിൽ തന്നെ അത്തരത്തിലുള്ളൊരു സ്ഥാപനം നിർമ്മിക്കുകയും ചെയ്തു. കേരളത്തിലെ 2ാമത്തെ ശരീഅത്ത് കോളേജാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് താനൂരിൽ നിർമ്മിച്ചത്. ആദ്യം വാഴക്കാട് ബഹുമാനപ്പെട്ട ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി രൂപപ്പെടുത്തിയ കോളേജായിരുന്നല്ലോ. മുമ്പ് പറഞ്ഞ വീഡിയോയിൽ അതിൻ്റെ വിശദ വിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1933 ഫറൂഖിൽ വെച്ച് സമസ്തയുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള 6ാം സമ്മേളനം നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തിയാണ് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി തീരുമാനിച്ചിട്ടുള്ളത്. ഫറൂഖിലെ പൗരപ്രധാനിയായ കുളത്തിൽ അബ്ദുല്ല ഹാജി ആയിരുന്നു ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പുകാരിൽ മുൻപന്തിയിലുണ്ടായിരുന്നത്. കോഴിക്കോട്ടെ പൗരപ്രമുഖരായ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ, പി അലി ബറാമി സാഹിബൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുല്ലക്കുട്ടി ഹാജിയെ സഹായിക്കാനുണ്ടായിരുന്നു. സമ്മേളനത്തിന് നോട്ടീസുകളും മറ്റും പുറത്തിറങ്ങിയതോടെ ഈ സമ്മേളനം തകർക്കാനുള്ള ഗൂഢ നീക്കങ്ങളുമായിട്ട് വഹാബികളും രംഗത്തിറങ്ങി. അവർ പുതിയ കുതന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. പ്രത്യക്ഷത്തിൽ സമസ്തക്കാരെ നേരിടുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവർ വളഞ്ഞ വഴിക്ക് സമസ്തയെ കൊടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അതിനുവേണ്ടി എന്ത് ചെയ്തു? ആദ്യം അവർ 1924 രൂപീകരിച്ച കേരള ജമിയത്തുൽ ഉലമ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. സീതി സാഹിബും പോക്കർ വക്കീലുമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ അവർക്ക് എളുപ്പം സാധിക്കും. അവർ ആ സംഘടന രജിസ്റ്റർ ചെയ്തു. പിന്നീട് സമസ്തയുടെ 6ാം സമ്മേളനം നടക്കുന്നതിന് മുമ്പായിട്ട് ഇവരെന്ത് ചെയ്തു? സമസ്തയുടെ നേതാക്കൾക്ക് ഇവർ വക്കീൽ നോട്ടീസ് അയച്ചു. സമ്മേളനത്തിൻ്റെ പ്രചരണം മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോഴാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പേരിലും സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തിയുടെയും പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചത്. പോക്കർ വക്കീൽ മുഖേനയാണ് ഇവർ നോട്ടീസ് അയച്ചിട്ടുള്ളത്. ആ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. കേരള ജമിയത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തു പ്രവർത്തിക്കുന്ന സംഘടനയായിരിക്കയാൽ ആ പേരിൽ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഫറൂഖിൽ ചേരാൻ ഉദ്ദേശിച്ച സമ്മേളനം നിയമവിരുദ്ധമാണ് എന്നായിരുന്നു നോട്ടീസിൽ പറഞ്ഞിരുന്നത്. ആ വക്കീൽ നോട്ടീസ് ഇപ്രകാരമായിരുന്നു: കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എൻ മമ്മു മൗലവി താഴെ പറയുന്ന നോട്ടീസ് താങ്കൾക്ക് അയക്കാൻ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ ജമിയത്തുൽ ഉലമ 1860 21ാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതും പ്രസ്തുത സംഘത്തിൻ്റെ ഭാരവാഹികളുടെയും മെമ്പർമാരുടെയും സമ്മതവും അനുവാദവും കൂടാതെ ഈ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യോഗമോ സമ്മേളനമോ നടത്താൻ പാടില്ലാത്തതുമാണ്. രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയായ കേരള ജമിയത്തുൽ ഉലമയുടെ അനുവാദമോ സമ്മതമോ കൂടാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ മാർച്ച് 5ാം തീയതി ഫറൂഖിൽ വെച്ച് ഒരു യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നതായി എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ ഒരു സമ്മേളനം നടത്തുക മൂലം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ വ്യക്തമായി നിരാകരിക്കുകയും ലംഘിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ രജിസ്റ്റർ ചെയ്ത സംഘടനയുടേതായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഭൗതികവും ധാർമ്മികവുമായ നഷ്ടം വരുത്തുകയുമാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് കേരള ജമിയത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ സമ്മേളനം നടത്തരുതെന്നും ഈ നോട്ടീസ് ഉണ്ടായിരിക്കെ നിങ്ങൾ സമ്മേളനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ സിവിലും ക്രിമിനലുമായ നടപടികൾ എടുക്കുന്നതാണെന്നും നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഇതായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നത്. സത്യത്തിൽ ഈ നോട്ടീസിൽ ഓലപ്പാമ്പായിരുന്നു. അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം നടത്താൻ പാടില്ല എന്ന് പറയാൻ ഈ കേരള ജമിയത്തുൽ ഉലമയ്ക്ക് എന്ത് അവകാശമുള്ളത്? എന്ത് അധികാരമുള്ളത്? ഈ സമസ്ത എന്ന പദം മുൻപിലുള്ളത് നോക്കാതെ അത് പരിഗണിക്കാതെയാണ് ഈ കത്തിൽ 2 പ്രാവശ്യവും പേര് പറഞ്ഞിട്ടുള്ളത്. ഒരു വക്കീൽ നോട്ടീസ് അയക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കേസ് വരുമെന്ന് പറയുമ്പോഴേക്കും
പണ്ഡിതന്മാർ പേടിച്ച് പിന്മാറുമെന്നായിരിക്കും അവരുദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിരിക്കും ചിലപ്പോൾ ഈ നോട്ടീസ് അയച്ചിട്ടുണ്ടാവുക. എന്നാൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആ നോട്ടീസിന് ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്. ഞാൻ വായിക്കാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നറിയിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനമാണ് നടത്തുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പ്രവർത്തിക്കുകയും കഴിഞ്ഞ 5 വാർഷിക സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്ത സ്വന്തം വ്യക്തിത്വമുള്ള സംഘടനയുടെ പേരിലാണ് യോഗം നടത്തുന്നതെന്നൊക്കെ മറുപടി കൊടുത്തപ്പോൾ പരാതിക്കാർ പിൻവാങ്ങി. അപ്പോൾ സമസ്ത എന്ന പേര് ഈ സംഘടനയുടെ ആദ്യത്തിൽ ഉണ്ടായിരുന്നത് അവർ കണ്ടിട്ടേ ഇല്ല, അവരറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഇങ്ങനൊരു മറുപടി പാങ്ങിൽ ഉസ്താദ് കൊടുത്തതോടെ ഈ വഹാബികളുടെ കുതന്ത്രം ചീറ്റിപ്പോവുകയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 6ാം വാർഷിക സമ്മേളനം ഫറൂഖിൽ വെച്ച് 1933 അതിഗംഭീരമായി നടക്കുകയും ചെയ്തു. അങ്ങനെ ആ സമ്മേളനങ്ങളിൽ സമസ്ത 8 പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയങ്ങളെല്ലാം നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ആ പ്രമേയങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഞാനതെല്ലാം കൂടി വായിക്കുന്നില്ല. പക്ഷേ 8ാമത്തെ പ്രമേയം മാത്രം ഞാനിന്ന് വായിക്കാം. ബാക്കിയുള്ളതൊക്കെ ബിദഅകൾക്കെതിരെയും ഖാദിയാനി, വ്യാജ ത്വരീഖത്ത് ഇവർക്കെതിരെയൊക്കെയുള്ള പ്രമേയങ്ങളാണ്. ഇന്നത്തെ കാലത്ത് അനിവാര്യമായ കാര്യങ്ങളാണ് അതൊക്കെ. ഏതായാലും 8ാമത്തെ പ്രമേയം മാത്രം ഞാൻ വായിക്കാം. കേരളത്തിലെ മുസ്ലിങ്ങളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപമായി നടന്നു വന്നതും ഇപ്പോഴും നടത്തിക്കൊണ്ടുവരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളിൽ മതാനുസരണങ്ങളാണെന്നും സ്ഥിരപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ഷിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ലെന്നും അവർ ഖതീബ് സ്ഥാനത്തിനും അവർ ഖാദി സ്ഥാനത്തിനും കൊള്ളരുതാത്തവനാണെന്നും ഈ യോഗം തീരുമാനിക്കുന്നു. അതായത് ആ കാലത്ത് പല നല്ല കാര്യങ്ങളും ഷിർക്കാണ്, ബിദഅത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭൂരിഭാഗം സുന്നികളെ മുശ്രിക്കാക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ബിദഅത്തും ഷിർക്കുമാക്കുന്നത് അത് കറക്റ്റായിട്ട് വിവരിക്കുകയാണ്. അപ്പോൾ അതിനെ എതിർക്കുന്ന ആളുകളെ ഒന്നും എന്ത് ചെയ്യരുത്, ഖാദിയാക്കരുത്, നിങ്ങൾ ഇമാമാക്കരുത് എന്നാണ് സമസ്ത പ്രമേയം പാസ്സാക്കുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നോക്കാം. മരിച്ചുപോയ അംബിയ, ഔലിയ, സ്വാലിഹീൻ എന്നിവരുടെ ദാത്ത് കൊണ്ടും ജാഹ്, ഹക്ക്, ബർക്കത്ത് ഇത്യാദി കൊണ്ടും തവസ്സുൽ ചെയ്യുന്നതും അവരെ നേരിട്ട് വിളിച്ചു സഹായത്തിന് അപേക്ഷിക്കലും അവരുടെ ആസാറുകളെ കൊണ്ട് ബർക്കത്തെടുക്കലും മരിച്ചുപോയ അംബിയ, ഔലിയ ഇവർക്കും മറ്റു മുസ്ലിങ്ങൾക്കും കൂലി കിട്ടുവാൻ, പ്രതിഫലം കിട്ടുവാൻ വേണ്ടി ധർമ്മം ചെയ്യലും കോഴി, ആട് മുതലായവ നേർച്ച ചെയ്യലും അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓദിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ടി ഖുർആൻ ഓതലും ഓദിക്കലും മുസ്ലിം മയ്യത്തുകളെ മറവ് ചെയ്തതിന് ശേഷം കബറിങ്ങിൽ വെച്ച് തെൽക്കീൻ ചൊല്ലിക്കൊടുക്കലും മയ്യത്തിനു വേണ്ടി കബറിങ്ങിൽ വെച്ചും മറ്റു സ്ഥലത്ത് വെച്ചും ഖുർആൻ ഓതലും ഓദിക്കലും ഖബർ സിയാറത്ത് ചെയ്യലും ഖബറാളികൾക്കു സലാം പറയലും അവർക്ക് വേണ്ടി ദുആ ഇരിക്കലും ആയത്ത്, ഹദീസ്, മറ്റു മുഅല്ലമായ അസ്മാ ഇവ കൊണ്ട് മന്ത്രം ചെയ്യലും ഉറുക്ക് എഴുതിക്കെട്ടലും പിഞ്ഞാണം എഴുതി കുടിക്കലും വെള്ളം, നൂൽ മുതലായവ മന്ത്രിച്ചു കൊടുക്കലും ബുർദ ഓതി മന്ത്രിക്കലും ഖാദിരിയ, ഷാദുലിയ, റിഫായിയ മുതലായ ശരിയായ ത്വരീഖത്തുകളിലെ ശരിയായ ശൈഖന്മാരുടെ കൈ തുടർച്ചക്കും ഒറ്റക്കും യോഗം ചേർന്നും നടപ്പുള്ള റാത്തീബും ത്വരീഖത്തിലെ ദിക്റുകൾ ചൊല്ലലും ദലായിലുൽ ഖൈറാത്ത്, ഹിസ്ബുൻ നബവി, അസ്മാഉൻ നബവി, അസ്മാഉൽ ബദരിയീൻ, ഹിസ്ബുൽ ബഹർ മുതലായ വിർദുകളെ ചട്ടമാക്കലും ദിക്റുകൾ കണക്കാക്കാൻ തസ്ബീഹ് മാല ഉപയോഗിക്കലും മങ്കൂസ് മുതലായ മൗലിദുകൾ, ബദരിയത്ത് ബൈത്ത്, ബദർ മാല, മഹിയുദ്ദീൻ മാല മുതലായ നേർച്ചപ്പാട്ടുകൾ ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വഹാബികൾ എതിർത്തിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയുന്നത്. ഇതൊക്കെ വെറുതെ അങ്ങോട്ട് പ്രമേയം പാസ്സാക്കല്ല ചെയ്യുന്നത്. സമസ്ത മുഷാവറ എന്ന് പറയുന്നത് 40 അംഗങ്ങളാണല്ലോ. ഈ 40 അംഗങ്ങളിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ രൂപപ്പെടുത്തി അവർ സകല കിതാബുകളും അരിച്ചു പെറുക്കി പ്രഗത്ഭരായിട്ടുള്ള ഇമാമിങ്ങളുടെ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എടുത്ത് ഇതിൽ എണ്ണപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠനം നടത്തി അതിന് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടോ, മുൻഗാമികൾ അത് അനുഷ്ഠിച്ചിട്ടുണ്ടോ, ഇതിലേതെങ്കിലും ഒരു കാര്യം നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബിദഅത്തോ ഷിർക്കാക്കുകയോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ വിശദമായിട്ട് പരിശോധിക്കും. അതിന് പറ്റുന്ന വലിയ ആലിമീങ്ങൾ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി, അദ്ദേഹം 4 മദ്ഹബിലും ഫത്വ പറയാൻ പറ്റുന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം മനസ്സിലാക്കിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹത്തെ അവിടുത്തെ ഖാദിയായിട്ടും അതേപോലെ തന്നെ മുഫ്തിയായിട്ടൊക്കെ നിയോഗിച്ചിട്ടുണ്ട്.
ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ഷാരിയത്തിൻ്റെ വിജ്ഞാനം കണ്ടിട്ട് കേരളത്തിനകത്ത് കാര്യമില്ല, കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ഖാദിയാക്കി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം എത്ര ആയിരിക്കും? അത് അന്നത്തെ കാലത്താണ്. ഷാലിയാത്തി ആണെങ്കിലും പാങ്ങിൽ ഉസ്താദ് ആണെങ്കിലും അബ്ദുൽ ബാരി ഉസ്താദ് ആണെങ്കിലും മറ്റ് നിരവധി ആലിമികൾ വലിയ പാണ്ഡിത്യമുള്ളവരായിരുന്നു, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ അത്തരക്കാരായ ആളുകളാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ട് ഇങ്ങനെ പ്രമേയം പാസ്സാക്കുന്നത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് പാസ്സാക്കല്ല. അതൊന്നും അന്ധവിശ്വാസമൊന്നും അല്ലത്. കൃത്യമായി പഠനം നടത്തി ഗ്രന്ഥങ്ങളിലുണ്ടോ തെളിവുണ്ടോ നോക്കിയിട്ടാണ് പറയുന്നത്. ഇനി ഈ പ്രമേയത്തിൻ്റെ അവതാരകൻ ആരാ നോക്കുക നമ്മൾ. അവതാരകൻ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ മൗലവി, അതായത് ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാരിയാത്തി. അനുവാദകൻ പി കമ്മു മൗലവി പരപ്പനങ്ങാടി. രണ്ടാളും വലിയ മഹാന്മാരാണ്, വലിയ പണ്ഡിതന്മാരാണ്. ഇവരൊക്കെയാണ് ഈ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും യാതൊരു സംശയവും വേണ്ട, ഒരു ആശങ്കയും വേണ്ട. അവരത് പഠിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? 100% അത് വിശ്വസിച്ചുകൊണ്ട് നമുക്കതൊക്കെ ആചരിക്കാം, അനുഷ്ഠിക്കാം, ഒരു സംശയം വേണ്ട. അങ്ങനെ ഈ സമ്മേളനം മുടക്കാൻ വേണ്ടിയിട്ട് വക്കീൽ നോട്ടീസ് അയച്ചല്ലോ. ആ വക്കീൽ നോട്ടീസും ആ കേസൊക്കെ പരാജയപ്പെട്ടതോടെ വഹാബികൾ ആകെ അങ്ങോട്ട് ഇളിബരായി തീർന്നു. അവർക്കിത് വലിയൊരു ആഘാതമായി തീർന്നു. അങ്ങനെ ഈ മാനക്കേട് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കോഴിക്കോട് ടൗൺ ഹാളിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. ഒരു വാദപ്രതിവാദം, ഒരു സംവാദം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സമ്മേളനമാണ് വിളിച്ചു കൂട്ടിയത്. എല്ലാ വിഭാഗക്കാരും വിളിച്ചു കൂട്ടിയിരുന്നു. അതായത് സാധാരണക്കാരായ ജനങ്ങളെ, മുസ്ലിങ്ങളെ പാങ്ങിൽ ഉസ്താദിനെതിരെ തിരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അതവർ ആദ്യം പുറത്ത് പറഞ്ഞിരുന്നില്ല. എല്ലാവരും വന്നിട്ട് സമ്മേളനത്തിൽ വെച്ചിട്ട് പറയാമെന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അത് നടന്നില്ല. കെ എം മൗലവി, കെ എം സീതി സാഹിബ്, MCC അബ്ദുറഹ്മാൻ മൗലവി, സത്താർ സെട്ട് ഇവരൊക്കെയായിരുന്നു ഈ സമ്മേളനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാൽ സുന്നികൾ അതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഇതിന് മുൻനിരയിലുണ്ടായിരുന്ന ആളുകൾ വിളിച്ചു കൂട്ടുന്ന സമ്മേളനമാകുമ്പോഴേ അത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഒക്കെ അവർക്കുണ്ടല്ലോ. അപ്പോൾ ഈ സമ്മേളനത്തെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ അന്നത്തെ സുന്നി പൗരപ്രമുഖർ തീരുമാനിച്ചു. അങ്ങനെ ജനാബ് കാട്ടിൽ വീട്ടിൽ ആലിക്കോയ, കിൽസിങ്ങാൻ്റെ അകത്ത് അബ്ദുല്ല കോയ ഹാജി മുതലായവരായിരുന്നു സുന്നികൾക്ക് നേതൃത്വം നൽകിയത്. ഈ ടൗൺ ഹാളിലേക്ക് ഒരുപാട് സുന്നികൾ പോയി. അവർക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഇവരായിരുന്നു. അങ്ങനെ ഈ പരിപാടിക്ക് പ്രത്യേകം അധ്യക്ഷനൊന്നും തീരുമാനിച്ചിട്ടില്ല. അന്ന് ഏത് പരിപാടി നടത്തുകയാണെങ്കിലും സമ്മേളനം നടത്തുകയാണെങ്കിലും അധ്യക്ഷൻ ആരാന്നൊക്കെ മുൻകൂട്ടി നിശ്ചയിക്കുന്നൊരു പതിവുണ്ട്. അത് ചിലപ്പോൾ നോട്ടീസിൽ കൊടുക്കുകയും ചെയ്യും. ഈ പരിപാടിക്ക് പക്ഷേ അധ്യക്ഷനെ തീരുമാനിച്ചിരുന്നില്ല. അവിടെ വന്നു ചേർന്ന ആളുകൾക്ക് ആർക്കും അറിയില്ല ആരാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ളത്. അങ്ങനെ MCC അബ്ദുറഹ്മാൻ മൗലവി എന്ത് ചെയ്തു? സ്വാഗതം പറയാൻ എണീറ്റുന്നു. അയാൾ വാതോരാതെ ഒരുപാട് സമയം അയാൾ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിലൊന്നും അധ്യക്ഷൻ ആരാന്ന് പറയുകയേ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ പ്രസംഗം വല്ലാതെ നീണ്ടുപോവുകയും അധ്യക്ഷൻ ആരാണെന്ന് പറയാതിരിക്കുകയും ചെയ്തപ്പോൾ സുന്നികളുടെ ഭാഗത്ത് നിന്ന് കാത്തോത്ത് കോയസനാജി എന്ന ഒരു പൗരപ്രമുഖൻ വേഗം സ്റ്റേജിലേക്ക് കയറിക്കൊണ്ട് അവിടെ കൂടിയ ജനങ്ങളോട് ഇപ്രകാരം പറഞ്ഞു: നോട്ടീസിൽ അധ്യക്ഷനെ നിർണ്ണയിക്കാതിരിക്കുകയും സദസ്സിൽ നിന്ന് അധ്യക്ഷനെ അഭിപ്രായപ്പെടാതിരിക്കുകയും ചെയ്തതിനാൽ ബഹുമാനപ്പെട്ട AK കോയ സാഹിബിനെ അധ്യക്ഷനായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നു എന്ന് കോയസനാജി ഉറക്കെ പ്രഖ്യാപിച്ചു. സുന്നികളെല്ലാവരും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്തപ്പോൾ AK കോയസനാജി എന്ത് ചെയ്തു? നേരെ അധ്യക്ഷപീഠത്തിൽ പോയിരുന്നു. അങ്ങനെ തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലാക്കിയ വഹാബികൾ എന്ത് ചെയ്ത്? ഒരുപാട് ബഹളം വെച്ചു. അങ്ങനെ ഈ സമ്മേളനത്തിൻ്റെ റിക്കാർഡ് തട്ടിപ്പറിച്ചു. കാരണം പിന്നീട് ഇത് റിക്കാർഡാവുമ്പോൾ ഈ റിക്കാർഡിൽ അധ്യക്ഷൻ ആരാണ്? AK കോയ സാഹിബാണ്. അത് അവർക്ക് ക്ഷീണം ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ വലിയ ബഹളമാവുകയും ഈ സമ്മേളനത്തിൻ്റെ റിക്കാർഡ് അവർ തട്ടിപ്പറിക്കുകയും ചെയ്തു. ഇതോടെ സദസ്സ് ആകെ അലങ്കോലപ്പെട്ടു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ ഹാഷിം സാഹിബ് യോഗം നടത്താൻ അനുവദിക്കണമെന്ന് ഈ വഹാബികൾക്ക് വേണ്ടി സുന്നികളോട് താക്കീത് ചെയ്തു. സത്യത്തിൽ രണ്ട് കൂട്ടരും കൂടിയാണല്ലോ അവിടെ പരിപാടി നടക്കുന്നത്. സുന്നികൾ ഒന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കണം, ഈ വഹാബികൾ ഇവിടെ മര്യാദയ്ക്ക് യോഗം നടത്തട്ടെ എന്ന രീതിയിൽ ഡെപ്യൂട്ടി കളക്ടർ ഹാഷിം സാഹിബ് സുന്നികളോട് പറഞ്ഞു. അപ്പോൾ സ്ഫുടമായ ഭാഷയിൽ അബ്ദുല്ല കോയ ഹാജി ഇംഗ്ലീഷിൽ തന്നെ ഡെപ്യൂട്ടി കളക്ടറോട് പറഞ്ഞു: യോഗാധ്യക്ഷനില്ലാതെ എന്ത് സമ്മേളനം? അപ്പോൾ അധ്യക്ഷനെ കൂടാതെ ഒരു സമ്മേളനം നടത്തുന്നത് ഒരിക്കലും സാധ്യമല്ല. അധ്യക്ഷനെ മുൻകൂട്ടി തീരുമാനിച്ചില്ല എന്നുണ്ടെങ്കിൽ സദസ്സിൽ നിന്നാണ് അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത്. അതിവിടെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും അത് അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഇംഗ്ലീഷിൽ തന്നെ അബ്ദുല്ല കോയ ഹാജി ഡെപ്യൂട്ടി കളക്ടറോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് ഉത്തരം മുട്ടിപ്പോയി. കാരണം ആർക്കും ചിന്തിച്ചാലറിയാം, ഒരു യോഗം നടക്കുമ്പോൾ, ഒരു സമ്മേളനം നടക്കുമ്പോൾ അധ്യക്ഷനെ തീരുമാനിക്കേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അപ്പോൾ അധ്യക്ഷനെ തീരുമാനിക്കാതെ വേഗം സ്വാഗത പ്രസംഗം നടത്തുകയും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷനെ ആരാണെന്ന് അറിയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതെന്ത് സമ്മേളനമാണ്? അതുകൊണ്ട് തന്നെയാണ് സദസ്സിൽ നിന്ന് ഒരു അധ്യക്ഷനെ തീരുമാനിച്ച് ആ അധ്യക്ഷനെ
അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്തത്. അതൊരിക്കലും ഒരു സമ്മേളനത്തിൻ്റെയോ യോഗത്തിൻ്റെയോ തെറ്റല്ല. ഇത് വ്യക്തമായ ഇംഗ്ലീഷിൽ അബ്ദുല്ല ഹാജി ഡെപ്യൂട്ടി കളക്ടറോട് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി കളക്ടർക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല, ഉത്തരം മുട്ടിപ്പോയി. അങ്ങനെ ഉത്തരം മുട്ടിപ്പോയ ഡെപ്യൂട്ടി കളക്ടർ എന്ത് ചെയ്തു? അവിടെ കൂടിയ സുന്നികൾക്കെതിരെ കേസ് ചാർജ് ചെയ്തു. റിക്കാർഡ് തട്ടിപ്പറിക്കാൻ നോക്കിയ, അല്ലെങ്കിൽ അധ്യക്ഷ പദവിയിൽ ഒരാൾ ഇരുന്നത് കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ നോക്കിയ വഹാബികൾക്കെതിരെ ഒന്നും കേസ് ചാർജ് ചെയ്തില്ല. ഡെപ്യൂട്ടി കളക്ടറുടെ നിലപാടെന്താണെന്ന് അപ്പോൾ തന്നെ വ്യക്തമല്ലേ? സുന്നികൾക്കെതിരെ മാത്രം കേസ് ചാർജ് ചെയ്തു. ഇനി അത് മാത്രമല്ല, അവിടെ ഇല്ലാതിരുന്ന ആ സംഭവം ഒന്നും അറിയാത്ത പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി കാട്ടുവീട്ടിൽ ആരിക്കോയും. അങ്ങനെ കോഴിക്കോട്ടെ പല പ്രമുഖരെയും, അവിടെ ഉള്ളവരെയും ഇല്ലാത്തവരെയും അടക്കം കോഴിക്കോട്ടെ പല പ്രമുഖരെയും ഉൾപ്പെടുത്തി 70 പേർക്കെതിരെയാണ് കേസ് ചാർജ് ചെയ്തത്. അങ്ങനെ അടുത്ത ദിവസം കോഴിക്കോട്ടെ ഒരു പൗരപ്രമുഖനായിരുന്ന കെ കുഞ്ഞാമത്ത് ഖാൻ കോയ സാഹിബിൻ്റെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്. ഈ കല്യാണത്തിന് ഡെപ്യൂട്ടി കളക്ടറുണ്ട്. അങ്ങനെ തലേ ദിവസത്തെ പ്രശ്നത്തെക്കുറിച്ച് ഈ കളക്ടറോട് സൂചിപ്പിച്ചുകൊണ്ട് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളും ഖാൻ ബഹദൂർ അലി ബറാമിയും കളക്ടറോട് പറഞ്ഞു, താങ്കൾ സുന്നികൾക്കെതിരെ ചാർജ് ചെയ്ത കേസ് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ, ഞങ്ങളൊക്കെ സുന്നികളുടെ കൂടെയുണ്ട്, അതിൻ്റെ അനന്തര നടപടി എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വെല്ലുവിളി സ്വരത്തിൽ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളും ഖാൻ ബഹദൂർ അലി ബറാമിയും കളക്ടറോട് പറഞ്ഞപ്പോൾ കളക്ടർക്ക് ഇത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രത്യാഘാതം ഭയന്നിട്ട് ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ കള്ളക്കേസിൽ നിന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദും സുന്നികളും രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യകാലം മുതലേ ഈ വഹാബികൾ സമസ്തയെ തകർക്കാനും സമസ്തയുടെ നേതാക്കളെ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തിയിരുന്നു. ഈ അടുത്ത കാലം മുതലൊന്നും അല്ല ഇത് ആരംഭിച്ചിട്ടുള്ളത്, ആദ്യകാലം മുതലേ നടത്തിയിരുന്നു. പക്ഷെ എല്ലാം പരാജയപ്പെട്ടു പോവുകയുണ്ടായി. അവർ സമസ്തക്കെതിരെയോ സമസ്ത നേതാക്കൾക്കെതിരെയോ കൊടുത്ത ഒരു കേസിലും ഇന്ന് വരെയായിട്ട് വിധി തീർപ്പുണ്ടായിട്ടില്ല, നടപടി ഉണ്ടായിട്ടില്ല. കാരണം എല്ലാം കള്ളക്കേസായിരുന്നു. ഈ 1989 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കൊടുക്കാൻ അവർ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമല്ലേ പട്ടിക്കാട് ജാമിയാനൂരിൽ നിന്ന് പുറത്താക്കിയത്. കാന്തപുരം ഉസ്താദിന് എത്രത്തോളം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, എന്നിട്ട് ഉസ്താദിനെ കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? അപ്പോൾ ഈ അടുത്ത കാലത്ത് കാന്തപുരം ഉസ്താദ് പറഞ്ഞ ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലാണ് ഞങ്ങളെ തമ്മിൽ തെറ്റിച്ചതെന്ന് പറഞ്ഞതിൽ ഈ വഹാബികളുടെ കളികൾ തന്നെയാണ് പിന്നിലുള്ളതെന്നാണ് വ്യക്തമല്ലേ? ഇതൊക്കെ ചരിത്രത്തിൻ്റെ തനി ആവർത്തനമല്ലേ? ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതിനൊന്നും നിഷേധിക്കേണ്ട കാര്യമില്ല. ചരിത്രം പഠിച്ചാൽ അത് ബോധ്യപ്പെടും ആരാണ് ഈ ബാഹ്യശക്തികളെന്നൊക്കെ. ചരിത്രം പഠിക്കുന്ന ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്നൊക്കെ. അപ്പോൾ ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.